ഹലോ ഗുഡ് മോർണിംഗ്. ചിന്തമാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഇവിടെ ഇപ്പം സമയം 6 മണിയാകുന്നേ ഉള്ളൂ കേട്ടോ. ചേട്ടായി എണീറ്റ് കിടക്കുക, കടലിൽ കിടപ്പുണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പം ഞാൻ പാലായ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് പോകും കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, 6 ആകുമ്പോഴത്തേക്കും പോകും. അത് എനിക്ക് അങ്ങനെ പറ്റുന്നത് നമ്മുടെ ഇവിടെ ഒരു ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്ത് തന്നുകൊണ്ടാണ് കേട്ടോ. ഒരു സമയത്ത് എനിക്ക് പോയാൽ മതിയാതെ, അല്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് എണീറ്റിട്ട് 5-ന്റെ ബസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആദ്യം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ 6-ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇന്നുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ പോക്ക് നിർത്തുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അപ്പം എന്നെ പറഞ്ഞാലും അവിടെ പോയിട്ട് ഭയങ്കര മനസ്സിന് സന്തോഷവും ശരീരത്തിന് സുഖവും ഒക്കെ ആയിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസിനകത്ത് പറഞ്ഞു, എന്നാലും ഇന്നും കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ. നല്ല തണുപ്പാണ്, അതാണ് ഫുൾ കെയിലൊക്കെ ഇട്ടത്. ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയി നമ്മൾ വാങ്ങുകൊണ്ട് വരെ നമുക്കത് ഉപകാരപ്പെടുത്താം. അത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തോന്നും. പിന്നെ ബാഗിനകത്ത് നിലം കയറ്റി തളക്കുഞ്ഞ് മരുന്ന് ബാഗ് തീർത്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അതിനുവേണ്ടി ഞാൻ തന്നെ ഇപ്പോൾ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങോട്ട് കെട്ടി വന്നു. ചെവി മൂടി കെട്ടിയിരിക്കുവാണെങ്കിൽ കുറച്ച് ഇത് കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഷോൾ എടുത്ത് പെഡലിയിലോട്ട് ചുറ്റി വെക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ 2 ദിവസത്തോട്ട് കുത്തി വെച്ചാൽ പിന്നെ അഴിച്ചെടുക്കണമെങ്കിലൊക്കെ പണിയാണ്. ഷാൾ എടുത്തിങ്ങനെ പെഡലിയിലും ചുറ്റി വെക്കാം. അന്നേരം കുറച്ച് തണുപ്പ് കുറഞ്ഞു കിട്ടും. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. പോയിട്ട് വന്നിട്ട് ഞാൻ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് ഇന്ന് പോയത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പറയാം കേട്ടോ. അപ്പം പോയിട്ട് വരട്ടെ. ഇന്നത്തെ ഒരു കാഴ്ച ഉണ്ടോ, മഞ്ഞെന്ന് പറഞ്ഞാൽ പെരും മഞ്ഞാണ് കേട്ടോ. തമ്പുരാനേ മതി. ഭയങ്കര മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞ്. അയ്യോ എൻ്റെ തമ്പുരാനേ, ശോ ഉണ്ടോ, ഭയങ്കര മഞ്ഞ കേട്ടോ ഇന്ന്. മഴ പെയ്യുന്ന മാതിരിയാണ്. എന്നാ ചെയ്യാനാ, ഭയങ്കര മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞ കേട്ടോ. ഇതിൻ്റെ മുമ്പത്തെ ബസ്സിനാണ് പോകുന്നതെങ്കിൽ ചേട്ടൻ എന്നെ കൊണ്ടുവിടുവേ. ഈ ബസ്സിനാകുമ്പോൾ ഞാൻ പറയും ഇച്ചിരി അങ്ങ് നടക്കാമല്ലോ. രാവിലെയല്ലേ എല്ലാവരും ആൾക്കാരുണ്ടല്ലോ, പള്ളിപ്പൂക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നടന്നോളാന്ന് പറയും. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട് പോണക്ക് തോന്നുന്നു. അയ്യോ എന്നോ മഞ്ഞാന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട, അസോധി മഞ്ഞ് കേട്ടോ എനിക്ക്. അയ്യോ ഒന്നും പറയണ്ട. അപ്പോൾ തലമുറയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കും. പാലായി ഈരാറ്റുപേട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും അഴിച്ചു മാറ്റും. സെറ്ററും ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം പോയത്. എന്നെ ചോദിച്ചാൽ എന്നാ പറയുന്നത്, ചന്ദ്രനിൽ പോയിട്ട് ഇറങ്ങി വന്നതാണോ എന്നൊക്കെ ചോദിക്കും. ചന്ദ്രനെ ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർ പോയതല്ലേ. നമുക്കും നല്ല കിളികളുടെയൊക്കെ ശബ്ദമേ ഉള്ളൂ. എല്ലാവരുടെയും വീടുകളിൽ ചെറുതായിട്ടൊക്കെ ലൈറ്റിട്ട് വരുന്നേ ഉള്ളൂ. ശിവുവിൻ്റെ വീട് ഇതാണ്. ശിവുവിൻ്റെ വീട്ടിൽ ലൈറ്റ് പോലും വീട്ടില്ലേ. ശിവു രാവിലെ എനിക്ക് നടക്കാൻ പോകും കേട്ടോ. കണ്ടോ അമ്മൂൻ്റെ വീട്ടിൽ എല്ലായിടത്തും ലൈറ്റുണ്ടകത്ത് കണ്ടോ. രാവിലെ തന്നെ ആരെങ്കിലും കാണുന്ന കേട്ടോ വഴിക്ക്. എന്നാരും കണ്ടില്ല. മഞ്ഞ് കാരണം എല്ലാവരും പള്ളിപ്പോക്ക് വേണ്ടെന്ന് വെച്ചോ. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നത് പള്ളിപ്പോനായിട്ട് നമ്മുടെ ചേച്ചിമാരാരെല്ലോ കാണും, ചേട്ടന്മാരാരെല്ലോ കാണും. കണ്ടോ ആരിനോട്ട് നോക്കി. ആറിൻ്റെ അവിടെ നിന്ന് മഞ്ഞ്, ആറേതാ മഞ്ഞ് ഏതാണെന്ന് അറിയത്തില്ല. നമ്മളിവിടെ ജീവിക്കാൻ നല്ലതാണ്, പക്ഷേ നമുക്ക് എപ്പോഴും അസുഖങ്ങൾ പോകുന്നുണ്ടിരിക്കും കേട്ടോ. വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഓരോരുത്തരായിട്ട് പള്ളിപ്പോക്കുകാർ. നല്ല രസം. മഞ്ഞിനകത്ത് പൊതിഞ്ഞില്ലി നിൽക്കുന്നുണ്ടോ കണ്ടോ. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള കട ഇതാണ് കേട്ടോ. അതൊക്കെ തുറന്നിട്ടുണ്ട്. എന്താ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. ആറും വെള്ളവും മഞ്ഞിനകത്ത് പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ എത്ര കണ്ട് നല്ലതാണെന്ന് എനിക്കറിയില്ല, അല്ലാതെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെയൊക്കെ വരുമ്പോൾ ചേച്ചിമാരെയൊക്കെ കൂട്ടുവിടുന്നത്. ഇന്ന് ആരെയും കിട്ടിയില്ലല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആരാധനാലയം, അതായത് മോസ്ക് ഇതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ പോകുമ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. എൻ്റെ അല്ലാഹു കാത്തേക്കണേ, ഒരവതരണത്തും പറ്റിയേക്കരുതേ, പോകുന്ന വഴിക്കെല്ലാം കാവലായിട്ട് വന്നേക്കണേ, അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. നടന്നപ്പോൾ കഥയ്ക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ. ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബസ് കയറുന്നിടത്ത് വന്നു കേട്ടോ. സിറ്റിയിലോട്ട് നോക്കിയാൽ എന്ത് നിശബ്ദതയാന്ന് നോക്കിയോ, ഒറ്റ വണ്ടി പോലും ഇല്ല. എൻ്റെ അമ്മാൻ്റെ മോൻ്റെ ഒരു ഓട്ടോ കിടപ്പുണ്ട്, രായകുഞ്ഞന്നേരം വണ്ടി കിടക്കുന്ന ഓട്ടോ. അങ്ങനെ ആൾക്കാർ ബസ് കയറാൻ ഇപ്പോൾ ഒരു ചേട്ടൻ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, ആളേ ഇല്ല. ഓട്ടോശാല കിടക്കുന്ന ഈ കാലിയായിട്ട് കണ്ടോ. അങ്ങനെ
ഇന്നും പാലായ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യം ഇന്ന് പറയാമെന്ന്. അപ്പോൾ ഇന്നും കൂടെ ആയപ്പോൾ ഞാൻ 10 ദിവസമായിട്ടുണ്ട് അവിടെ പോകാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലായിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു തെറാപ്പി സെൻ്ററാണ് കേട്ടോ. എന്താ പറയുന്നത്, എനിക്ക് തൊഴിലുറപ്പിനൊക്കെ പോയപ്പോഴത്തേക്കും ഒരു ശകലം നടുവേദനയും കൈക്കുവേദനയും കാലിന് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പൊതുവേ മിക്കവാറും എന്ന് പറഞ്ഞാൽ നമുക്ക് വേദനകളുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലുറപ്പൊക്കെ ഭയങ്കര കയറ്റയിറക്കമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാലിനൊക്കെ പെയിനായിരുന്നു. അപ്പം തൊഴിലുറപ്പിലുള്ള ഒരു ചേച്ചി പോയ ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ സംഘത്തിലെ സജിത എന്ന് പറഞ്ഞ മോടെ അമ്മ ലേഖ ചേച്ചി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് വേറെ ഒത്തിരി പേര് പറഞ്ഞു നല്ലതാ പോകുന്നു. ചേട്ടായിയാണ് ഒരു 6-7 മാസം മുമ്പ് ഒരു അമ്മച്ചി എന്ന് ചേട്ടയുടെ കടയിൽ ചെന്ന് പറഞ്ഞിട്ട് നല്ലതാ സിന്ധുവിനോട് പോകാൻ പറ, സുനി നീനൊക്കെ കൈവേനയല്ലേ നീ കൂടെ പോകുന്നൊക്കെ പറഞ്ഞു. അന്ന് ചേട്ടാ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലോകത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ പോയി, തിരുമി കിഴി വെച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, എന്താ കഷായങ്ങൾ എന്തൊക്കെ കഴിച്ചു. എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് ഇനി ഞാൻ ആശുപത്രിയിലേ പോകുന്നില്ല. അന്നേരം ഇത്രയും പൈസ മുടക്കി ചെയ്തിട്ട് മാറാത്തോടത്തല്ല ഈ തെറാപ്പി ചെയ്തിട്ട് പിന്നെ അതും ഇത് പൈസ മുടക്കില്ലാതെ ശരിയാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ചേട്ടായി, നിങ്ങൾ പോകുന്നില്ലേ പൊക്കോ, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ചേട്ടായി വന്ന് പറഞ്ഞപ്പോഴേ. പക്ഷേ തൊഴിലുറപ്പിന് ചെന്നപ്പോഴത്തേന് ആ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നി. കാരണം ആ ചേച്ചിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം ഓക്കെ ആയി, അത്യാവശ്യം നല്ലതായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതമായേ. എന്നാൽ ഒന്ന് പോയേക്കാന്ന് ഞാനും വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇച്ചിരി ദൂരോട്ടൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോഴത്തേനും എനിക്ക് വലതുവശത്തിന് മാത്രമേ സത്യത്തിൽ വേദനയുള്ളൂ. ഈ വലതുവശം ഈ ഒരു സൈഡ് തുടങ്ങി നടുവിന് മൊത്തം എനിക്ക് വേദനയാവും. അതുകൊണ്ട് സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഇടത് കൈക്കും വേദന, ഇടത് ഓരത്തിന്. അപ്പോൾ സ്കൂട്ടി ഓടിച്ചിട്ട് അത് ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ പറയും വണ്ടി ഓടിയിട്ട് നിർത്തിയാലേ ഇനി അത് നിനക്ക് പറഞ്ഞിട്ടില്ലാത്ത കാര്യമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ മിണ്ടാനേ പോയില്ല. ആ വേദന വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഒരു വശത്തോട് കിടക്കുമ്പോഴത്തേനും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഊന്നും പറഞ്ഞ കാരണം ഇത് എന്നാണോ സ്വസ്ഥത തരികയല്ലോ എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ ഒന്ന് പോയി നോക്കാമെന്ന് കേട്ടോ. ഇവിടെ എന്നാ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് പരസ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ സെൻറ്ററിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ പോയി എനിക്ക് നല്ല ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വേറൊരാളോട് പറയുമല്ലോ. അങ്ങനെ അറിഞ്ഞു കേട്ട് ചെല്ലുന്ന ആൾക്കാരാണ് അവിടെ. അല്ലാണ്ട് അവർക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നിനകത്തും ഒരു പരസ്യമില്ല. അപ്പം അവർ നാൾ അങ്ങനെ ചെയ്യാത്ത ഒരു ഇതാകുമ്പോഴും ഞാനത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ പറയാണ്ടിരുന്നത്. അവിടുത്തെ ഒന്നും മൊത്തം പഠിച്ചിട്ടാവട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പം അവിടെ ഒരു മിഷീനാണ്. നമ്മുടെ ശരീരത്തൊന്നും ആരും തൊടുവോ ഒന്നുമില്ല. ഒത്തിരി ആൾക്കാർ വന്ന് സൗഖ്യം കിട്ടുന്നുണ്ട്. ഒരു മെഷീനാണ് കേട്ടോ. ആ മെഷീനിൽ നമ്മളെ കിടത്തും. നമ്മൾ തന്നെ കിടക്കണം. അവർ പറഞ്ഞു തരും. കിടന്നു കഴിയുമ്പോൾ ആ മെഷീൻ ഫുള്ളായിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ പ്രശ്നം, നമുക്ക് ഏത് ഭാഗത്താണോ വേദന, ആ ഭാഗം ആ മെഷീൻ അറിയാൻ പറ്റും. ആ ഭാഗത്ത് നന്നായിട്ട് ചൂട് തരും. നല്ല നമുക്ക് ആവശ്യത്തിനുള്ള സഹിക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ചൂട് തന്നിട്ട് ആ വേദന ഉള്ളിടത്ത് മെഷീൻ ഇങ്ങനെ മസാജ് ചെയ്ത് വന്ന് നമ്മുടെ എവിടെയാണോ പ്രശ്നം അവിടെ വന്നിങ്ങനെ നിൽക്കും. ചൂട് തരും. ഫസ്റ്റ് ചൂട് തന്നതിന് ശേഷം മസാജ് ചെയ്ത് നട്ടെല്ലിനാണ് അവിടെ മെയിനായിട്ടുള്ളത്. നട്ടെല്ല് സ്ട്രോങ് ആണെങ്കിൽ ഒരു പരിധി വരെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. സത്യമാണ് കേട്ടോ. ഈ 10 ദിവസം പോയി ഒത്തിരി നല്ല ഡോക്ടേഴ്സുമാരുടെയും പിന്നെ അവിടുത്തെ സാറിൻ്റെയൊക്കെ ക്ലാസ്, പിന്നെ അവിടുത്തെ സ്റ്റാഫുമാർ പിള്ളേരുടെയൊക്കെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അറിവുകൾ കിട്ടും കേട്ടോ. സത്യം പറയാണ്, ഒരു പരിധി വരെ എനിക്ക് വേദനയ്ക്കും കുറവ് കിട്ടി. പിന്നെന്താ ഒത്തിരി അറിവും കിട്ടി. അതുപോലെ മനസ്സിന് സന്തോഷം കേട്ടോ. ചിരിയും കളിയും പാട്ടും എല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടോ നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ ആരും ഒന്നും അറിയാതെ പോയല്ലോ. നമുക്ക് പാട്ട് പാടാൻ അറിയാം, അല്ലെ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അല്ലെ നമുക്ക് കഥ പറയാൻ അറിയാം. ഇതൊക്കെ അവിടെ ഇറക്കാൻ പറ്റും. അതിനുള്ള ഒരു സ്പേസ് കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ പോയിട്ട് ഇത് പറയണമായിരുന്നു, ടെസ്റ്റ് മോണി എനിക്ക് കിട്ടിയ എനിക്ക് വ്യത്യാസം വന്നിരിക്കുന്ന കാര്യങ്ങൾ പറയണമായിരുന്നു മക്കി കൂടെ. അപ്പം ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പറഞ്ഞു. നല്ല ക്ലാപ്പൊക്കെ കിട്ടി കേട്ടോ. നല്ല ക്ലാപ്പൊക്കെ കിട്ടി, നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒത്തിരി സന്തോഷം. പിന്നെ അപ്പോൾ ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിഷനും 17 മോഡുണ്ട്. ആ മോഡിൻ്റെ നമ്മുടെ ഓരോ അസുഖത്തിനും ഓരോ മോഡിട്ടാണ് നമ്മളത് കിടക്കേണ്ടത്. നമുക്ക് എന്ത് പ്രശ്നമാണോ, തൈറോയിഡിനാണെങ്കിൽ അതിനുണ്ട്, പിന്നെ നടുവേദനയ്ക്കാണെങ്കിൽ അതിനുണ്ട്, കാലിന് വേദനയ്ക്ക് അതിനുണ്ട്, അങ്ങനെ ഓരോ ഷുഗറിന്, കൊളസ്ട്രോളിന്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട അസുഖത്തിനെല്ലാം ആ മെഷീനിൽ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും
വിയർത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുറേ അധികം ഇത് പോകും. പിന്നെ നമുക്ക് നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ ഉണ്ടാകുമ്പം ഭൂമിയിലോട്ട് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ നല്ല ചൂടോടെയാണ് വരുന്നത് അല്ലേ. നമ്മുടെ ശരീരമൊക്കെ എപ്പോഴും ചൂടായിരിക്കില്ല. ആ സമയത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അതല്ല, ഒരു കുഞ്ഞുണ്ടായി ഇച്ചിരി ചൂട് കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എവിടെ കൊണ്ട് വെക്കും? ഈ ചൂട് കൊടുത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചൂടൊക്കെ ഉള്ള ഒരു പെട്ടിക്കകത്ത്, അതിനകത്ത് പറയുന്നത് വേറെ അതിനകത്ത് വയ്ക്കും അല്ലേ കുഞ്ഞുങ്ങളെ. വന്നിട്ട് പറയും മഞ്ഞ കളറാണ്, അത് കുഞ്ഞിനൊരു ആവതില്ല, ആരോഗ്യമില്ലെന്നൊക്കെ കാണുമ്പോഴത്തേനും കൊണ്ടുപോയി അതിനകത്ത് ഇൻക്യുബേറ്ററോ എന്നാണോ, സോറി കേട്ടോ എൻ്റെയൊക്കെ പേര് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ വെച്ചൊക്കെ നോക്കിയതാണ് ഒരു കുഞ്ഞിനെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ചൂട് കുറവാണെങ്കിൽ നമ്മളുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചൂട് തരും. പിന്നീടുള്ള ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ചൂടാണ് എപ്പോഴും. നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിലല്ലോ ഒന്ന് പിടിച്ച് നോക്കി, ചൂടല്ലേ, ചൂടില്ലെങ്കിൽ നമുക്ക് രക്തോട്ടം ഇല്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിച്ച് തണുത്ത ഐസായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യും, കൊണ്ടുപോയി ഫ്രീസറിലോട്ട് വെക്കും. ജീവനുള്ള ആരെങ്കിലും കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കുമോ? ഒരിക്കലും വെക്കത്തില്ല. എന്ന് പറഞ്ഞ കണക്ക് അവിടെ ആ ചൂടും മസാജും പിന്നെ അക്യൂപഞ്ച് അത് അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്ത്, പിന്നെ വൈബ്രേറ്റ് മെഷീൻ, കാലിൻ്റേത്, കൈയുടേത്, പിന്നെ ഇടിമിഷീനുണ്ട് കേട്ടോ, ഇടിമിഷീൻ. അതൊക്കെ ഞാൻ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം. പുറത്ത് ഷോൾഡറിൽ നമുക്ക് എവിടെയാണോ വേദന ഉള്ളത്. അപ്പം ആദ്യത്തെ ദിവസം ചെന്നപ്പം എനിക്ക് അത്രയ്ക്ക് ആ മെഷീൻ്റെ ഇതായിട്ട് അങ്ങ് ക്ലിക്ക് അടിച്ചില്ല. പക്ഷേ പോകെ എൻ്റെ പുറത്തും നടുവിനും പരിസരങ്ങളിലും ഒക്കെ പണ്ട് കിട്ടിയ സമ്മാനങ്ങൾ എവിടെയൊക്കെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. കാരണം ആ മെഷീൻ ആ ചതവുള്ള ഭാഗത്ത് തന്നെ വന്ന് നിൽക്കും, എന്നിട്ട് ചൂട് തരും. ചൂട് തന്നിട്ട് മസാജ് ചെയ്യും. ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 10 പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ വണ്ടിക്കൂലി ഒഴിച്ചാൽ, പിന്നെ ഇപ്പം നേരത്തെ ഒന്നും എല്ലാം ഫ്രീ ആയിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ഒരു വൈബ്രേറ്റ് മെഷീനുണ്ട്, കാലും കൈയും വയ്ക്കാനായിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഷോൾഡറിന് ഇടി മെഷീനില്ലേ, അതിനും കൂടി 50 രൂപ കൊടുക്കണം. അത് വേണ്ടവർ ചെയ്താൽ മതി, വേണ്ടാത്തവർ ചെയ്യണ്ട. പിന്നെ ഒത്തിരി അസുഖക്കാർ കേട്ടോ, ഈ സ്ട്രോക്കൊക്കെ വന്നിട്ടേ ഒരു സൈഡ് തളർന്നു പോയവർ, അരയ്ക്ക് താഴോട്ട് തളർന്നു പോയവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വന്ന് നടക്കുന്ന കണ്ടു കേട്ടോ. വന്നപ്പം പിന്നെ സ്റ്റെപ്പൊക്കെ എടുത്തുകൊണ്ട് കസാരയിലിരുത്തി കയറിയ വ്യക്തികളൊക്കെ നടക്കുന്ന കണ്ടു. അത്ഭുതം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും പിന്നെ ഭയങ്കര ഒരിതും തോന്നി കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചേട്ടയുടെ അമ്മ സരോമ, ചേട്ടയുടെ അമ്മ ചായക്കടയായിരുന്നു. അവർ പണിത് ഇങ്ങനെ ശരിക്കും കൂനായിരുന്നു. ഇങ്ങനെയാണ് സരോമ ഇരുന്നത്, ദൈവത്താണ്. പക്ഷേ അതേപോലെ സരോമയുടെ അത്രയും പൊക്കവും ഇതെല്ലാം ഉള്ള ഒരമ്മയെ ആ അമ്മ ഇങ്ങനെ വന്നതാണ്. 1 മാസം കൊണ്ട് അമ്മ സ്ട്രോങ് ആയി ഇങ്ങനെ. എന്നിട്ട് ആ അമ്മ സ്റ്റേജിൽ കയറി നിന്നിട്ട് പറയുമായിരുന്നു കേട്ടോ. ഇത് ദൈവമേ, അതൊക്കെ കേട്ടപ്പം മഹാത്ഭുതം തോന്നി. പിന്നെ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നങ്ങോട്ട് ഓടിച്ചു വന്നു, നമുക്ക് ഇന്ന് തന്നെ വേദന മാറും എന്ന് പറയത്തില്ല. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടൊന്നും മാറത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, മാറണമെങ്കിൽ ഒരു 6-7 മാസം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോക്കൊക്കെ ഇച്ചിരി ദുരിതമല്ലേ. രാവിലെ വെളുപ്പിനെ ഞാൻ ആദ്യത്തെ 3-4 ദിവസം പോയതുണ്ടല്ലോ, 4 മണിക്ക് ഇവിടെ എണീറ്റ് 5 മണിയുടെ ബസ്സിനായിരുന്നു. 4 മണിക്ക് എണീറ്റ് ഒന്ന് ഫ്രഷായി എല്ലാം ചെയ്ത് പറക്കിയിട്ട് 5 മണിയുടെ ബസ്സിനായിരുന്നു വേറെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഭാഗ്യം മുളക്ക് എന്നെ കൊണ്ടുപോയി ചേച്ചി ആ മെഷീൻ ബുക്ക് ചെയ്ത് മെഷീൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ആ മെഷീൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2,76,000 രൂപയാണ് ഇപ്പം. ഇനി അടുത്ത വർഷമാകുമ്പോഴത്തേനും അതിന് വില കൂടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചി ആ മെഷീൻ വാങ്ങിച്ചു. ആ ചേച്ചി ആ മെഷീൻ വാങ്ങിച്ചത് കൊണ്ട് എന്നാ പറയുന്നത്, RPS എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഓഫർ ഉണ്ടായിരുന്നു. ചെല്ലുന്ന അന്നേരം തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചേച്ചി അത് കഴിഞ്ഞ് മെഷീൻ ഓർഡർ ചെയ്തിട്ട് പിന്നെ ചേച്ചി വരുന്നില്ലായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നെ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടി, ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് രാവിലെ ഞാൻ 9 ആകുമ്പോൾ അവിടെ ചെല്ലും. 9 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 10-10:30 ആകുമ്പോഴത്തേക്കും എൻ്റെ പരിപാടികൾ കഴിയും. 10-10:45 ആകുമ്പോഴത്തേനും 10:45 കഴിയുമ്പോൾ ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് തിരിച്ചു വരാനും പറ്റി. പിന്നെ കറണ്ടൊക്കെ ഇല്ലാണ്ടായിപ്പോയാൽ ഇച്ചിരി ലേറ്റ് ആകും അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് അധികം വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആ വേദനകളും ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ആ സാറും ആ മേഡവും അവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന ഡോക്ടേഴ്സും എല്ലാം പറയുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടിയ ഇതാണ് അല്ലേ. ഒരു 25 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്കും വലിയ പ്രശ്നങ്ങൾ നട്ടലിന് കാണില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസവത്തിന് സർജറിയൊക്കെ ആണെങ്കിൽ കുനിച്ച് നിർത്തിയിട്ട് ഇഞ്ചക്ഷൻ അടിക്കുകയല്ലേ. പിന്നെ നമ്മുടെ വീഴ്ച, പിന്നെ ഒരു 25 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ
കഷ്ടപ്പാട് തുടങ്ങുമല്ലേ. പ്രസവം, പിന്നെ മക്കളെ വളർത്ത്, വീട്ടുപണി, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എല്ലാമാണ് നട്ടൽ. അപ്പോൾ നട്ടലിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. അങ്ങനെയാണ് മിക്കവർക്കും ഉണ്ടാവാറ്. പിന്നെ പോയതിന് ശേഷം ശകലം കുറവുണ്ട്, കുറേ അടുപ്പിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചേച്ചി മിഷൻ മേടിച്ചല്ലോ, അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി ചെയ്യാം, നീ വന്നാൽ മതി ഡി വച്ചെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം ഒത്തിരി നല്ല ഒരു കുറച്ച് ദിവസമായിട്ട് അതില്ല മൈൻഡ് ഫ്രീ. നമ്മൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ഇതിനകത്ത് ഫ്ലാറ്റ് ഒരു ഇതാണ് കേട്ടോ, 2ാം നിലയുടെ മണ്ടയാണ്. ഒരു ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ, സെൻറ്ററിനകത്ത് കയറിക്കഴിഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം തമാശയുണ്ട്, ചിരിയുണ്ട്, കഥകളുണ്ട്, ആരോഗ്യം, സന്തോഷം, ദീർഘായുസ്, 3 സംഭവം അവിടെ നിന്ന് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളത് സത്യം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ. അപ്പോൾ എന്തോ ആദ്യത്തെ ദിവസം ഞാൻ ചെന്നപ്പോഴേ അവിടെ എക്സസൈസ് ഉണ്ടേ, ഈ ടി വിക്കകത്തിട്ടേ നല്ല രസം കേട്ടോ. ഇംഗ്ലീഷുകാരുടെ എക്സസൈസാണ്, ഇംഗ്ലീഷോ ചൈനയും കണ്ടൊക്കെ. അപ്പം എല്ലാവരും നിന്ന് ശരീരം ഫുള്ളാളാക്കി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പം ഞാനെന്നോ ദൈവമേ ഇതെന്നായി കാണിക്കുന്നത് എന്ന് വിചാരിച്ച്, ഞാൻ ഇവിടെ കിടന്ന് ഈ ആരും ഇല്ലാത്തടത്ത് ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് കിടന്ന് കാണിക്കുന്ന പണിയാണോ ഈ ജോലക്കൂട്ടത്തിനിടെ? ഭയങ്കര ആളുവാണേ. ഞാൻ നോക്കിയപ്പോൾ ലേഖ ചേച്ചി ഒരു കൂസലുമില്ലാതെ അങ്ങോട്ട് കയറി നിന്നിട്ടേ ബാഗൊക്കെ താത്ത് വെച്ചിട്ട് ലേഖ ചേച്ചി കാണിക്കുക. എന്നിട്ട് ചെന്നേരം എന്നെ നോക്കിയിട്ടുള്ളൂ, ഇങ്ങനെ ചെയ്യുക, എക്സസൈസ് ചെയ്യുക തോന്നുന്നു. പിന്നെ ഞാൻ എന്നാണ്ടൊക്കെ കാണിച്ചു. പിറ്റേ ദിവസം മുതൽ ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ആർക്കും ഒരു നാണോ ഇല്ല, ആരും ആരെയും ശ്രദ്ധിക്കുന്നുമില്ല. അവരുടെ ഈ അസുഖം മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശരീരം ബാമാക്കിയതിന് ശേഷമാണ്, ചൂടാക്കിയതിന് ശേഷമാണ് ആ മെഷീനെ കിടക്കുന്നത്. അങ്ങനെ എക്സസൈസായിട്ടും നല്ല നല്ല സ്റ്റോറികളായിട്ടും ഓരോരുത്തരുടെ അനുഭവങ്ങളായിട്ടും ഓരോ അച്ഛനമ്മമാരുടെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഒന്നുമല്ല തമ്പുരാനൊക്കെ എന്നെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ഓർത്തു. പിന്നെ ഈ വേദനയും വയ്യാഴിയൊക്കെ അതൊക്കെ ദൈവം മാറ്റിത്തരും. കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം, ഒത്തിരി നല്ല വ്യത്യാസം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഈ മെഷീനിൽ ഒരു 10 ദിവസം 5 ദിവസമൊക്കെ ചെയ്യാമെങ്കിൽ ഒത്തിരി നല്ല. പിന്നെ മെഷീൻ നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്രിഡ്ജ്, TV എന്നൊക്കെ പറഞ്ഞ കണക്ക് എല്ലാവരുടെയും വീട്ടിൽ ഈ മെഷീൻ വെച്ചായാൽ ലക്ഷങ്ങളും ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരികയില്ല കേട്ടോ. അതൊരു ഭയങ്കരം തന്നെയാണ്, പറയാതിരിക്കാൻ മേല. നമുക്കൊരു സ്ട്രോക്ക് വന്നു, നമ്മൾ എവിടുന്ന് 5 ലക്ഷം അടച്ചാൽ ഇത് സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വേണേലും വിറ്റിട്ട് നമ്മൾ ചെയ്യും, ശരിയല്ലേ? നമ്മളപ്പോൾ അവരുടെ ജീവൻ പിടിച്ച് നിർത്താനായിട്ടേ നോക്കത്തുള്ളൂ. ആ സമയത്ത് ഈ മെഷീൻ ഇത്രയും വില 2,76,000 രൂപ കേൾക്കുമ്പം നമ്മളെപ്പോഴുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു പേടിയാണ്. പക്ഷെ അത് മേടിച്ച് വീട്ടിലിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ആയുസ് നീട്ടിക്കൊള്ളുവാം. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, അത് ബ്ലോഗറാണ് എന്നൊക്കെ പറഞ്ഞു കാലിൻ്റെ. പിന്നെ പാലായിൽ ഞാൻ നടന്നു വന്നപ്പോഴും സ്റ്റാൻഡിൽ ഇരുന്നപ്പോഴും ഒക്കെ കുറേ അധികം പേരെ കണ്ടിട്ടുണ്ട്. അതുവരെ കമൻറ്റ് കണ്ടായിരുന്നു, പാലായിൽ കൂടെ പോകുന്നുണ്ടോ, ബസ്സിൽ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വാഗമണ്ണിന്ന് കൊടുത്തൊക്കെ കേട്ടോ. പിന്നെ കൂടുതലും പ്രായമുള്ളവർ പിള്ളേരും എല്ലാം വരുന്നുണ്ട്. പിന്നെ അതിന് പഠിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡി തെറാപ്പി, അതുപോലെ തന്നെ ഓർമ്മക്കുറവുള്ളതിന് അതിന് വേറൊരു മോഡ്, അങ്ങനെ ഓരോന്നിനും വേറെ മോഡ്. നല്ല സംഭവമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് പാലായിൽ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എന്നാണെന്നറിയോ, അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി തിരുനാളായിരുന്നു. അപ്പം അലങ്കരിച്ച് രാത്രി പോവാങ്കിൽ കിടുമായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. മാതാവിൻ്റെ ഒരിതിൽ നമുക്ക് പള്ളിയിൽ അവിടെ പോയി കൂടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കറക്റ്റ് സമയത്തൊന്നും ചെല്ലാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അവിടുത്തെ ആ സ്റ്റാഫ്മാരോടും അതിൻ്റെ MD-യോടും മേഡത്തോടും ഒക്കെ ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നി കേട്ടോ. പറയാതെ പോയതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരിയെങ്കിലും വ്യത്യാസം വരുമോ കുറയുമോ എന്നൊക്കെ നോക്കിയിട്ടാട്ടേന്ന് എഴുതിയാണ് ഞാൻ നിങ്ങളോട് പറയാണ്ടിരുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരിത് വേണമല്ലോ. സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചികിത്സകൾ ചെയ്തു, നമുക്കൊരു 6 മാസത്തേന് ഇച്ചിരിയൊക്കെ ഇത് കിട്ടും, തിരുമ്പൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണേലും. അത് കഴിയുമ്പം വീണ്ടും ഇങ്ങനെ തന്നെയല്ലേ. അത് ഈ മിഷൻ്റേതാണെങ്കിലും നമുക്കിപ്പം ഇപ്പം ഞാൻ ഇന്ന് 10 ദിവസമായിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 10-20 ദിവസം കൊണ്ട് ഒരു മാസമെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സൗഖ്യമായിട്ട് നല്ല സുഖമായിട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ മെഷീൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മെഷീൻ മേടിയിട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഏതായാലും എൻ്റെ ഒരു ചേച്ചിക്കുട്ടി മേടിച്ചിട്ടുണ്ട്, അവിടെ പോയി ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാം ഒരു വകയായിട്ട് കിടക്കുകയാണ്. എനിക്കാരെയും ഫോൺ വിളിക്കാൻ പോലും ഉള്ള ടൈമോ ഫോൺ എടുക്കാനുള്ള ടൈമോ ഒന്നുമില്ല. എങ്ങനെയും കൊണ്ടൊക്കെ ഒപ്പിച്ച് 2-3 വീഡിയോ എടുത്തൊക്കെ വെക്കുമായിരുന്നു.
വന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, കുളിക്കുന്നു, വിയർത്തൊഴുകിയായിരിക്കും വരുന്നത്. അതേപോലെ വിയർക്കും കേട്ടോ. എന്നെ അങ്ങനെ വിയർക്കുന്ന ശരീരമായിരുന്നു. പക്ഷേ അതുകൊണ്ട് കുളിക്കും അവിടെ നിൽക്കും ഈ മെഷീനെ കിടന്ന് കഴിയുമ്പം. പിന്നെ ആ ഒരു മെഷീനുണ്ട്. പിന്നെ നമ്മളെ ഇതാക്കുന്ന ഹീറ്റ് ചെയ്യുന്ന ഒരു മാറ്റമുണ്ട് കേട്ടോ. അതും സംഭവം സെറ്റാണ്. മാറ്റയിലും കിടത്തി ഇങ്ങനെ നമ്മൾ ശരീരം ചൂടാവുകയാണ്, വിയർക്കുകയാണ്. അത് കോയിൻസ് ഉണ്ട് ഒരു സൈസേ. അയ്യോ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. 10 ദിവസം അടുപ്പിച്ച് തന്നേനെ എനിക്കൊരു കോയിൻ കിട്ടി കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ആ കോയിന് ഇത് താഴെയൊക്കെ വീണിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പൊട്ടിപ്പോവും. അതുകൊണ്ട് താഴെയൊന്നും വീഴരുതെന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഈ കോയിൻ ഈ സൈഡിൽ എഴുത്തില്ല, ഈ സൈഡിൽ എഴുത്തുണ്ട്. അപ്പം നമുക്കിങ്ങനെ കയ്യിലോ, എനിക്കിവിടെ തലയിലൊരു കുഞ്ഞു മുഴയുണ്ട്. ചേട്ടയുടെ കൈക്കകത്ത് കമ്പി നാളും ഇവിടെ ഇറക്കിയപ്പം കൊണ്ടിട്ട് ഇവിടെ ചെറിയൊരു മുഴയുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മുഴകളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നമുക്ക് തലവേദനയെന്ന് വെച്ചു. തലവേദനയാണെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് ഈ എഴുത്തിൻ്റെ ഭാഗം നമ്മുടെ ശരീരത്ത് മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണമെന്ന് അത് പറഞ്ഞു പോകാതെ. അത് രാത്രി വെച്ചിട്ട് കിടക്കണം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അസ്വസ്ഥതമാർക്കും കാലിലോ കൈക്കോലോ എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് അവിടെ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. 10 ദിവസം ചെല്ലുന്നവർക്ക് കിട്ടും ഇത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോയിട്ട് നമ്മൾ വേറൊരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഫ്രണ്ട്സിനെയോ നമ്മുടെ ആർക്കെങ്കിലും വയ്യാത്തവരിങ്ങനെ വേദന ഉണ്ട്, അപ്പം നമുക്ക് ഇത് അവിടേക്കൊരു കോയിൻ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചെന്നപ്പോൾ. ഇനി അത് കഴിഞ്ഞ് ഇനി മാറ്റം വരുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കും കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടയുടെ ആ കയ്യേലത്തിലൊക്കെ ഒന്ന് വെച്ചിങ്ങനെ രാത്രി വെച്ചിട്ട് നോക്കണമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ തലയുടെ ഇവിടെ ഒരു കുഞ്ഞുമഴയുണ്ട്. അത് ഞാൻ എന്താണ് ഉണ്ടായ ഇടയ്ക്ക് തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കൊഴുപ്പിൻ്റെ നീ ഒരു ദിവസം വന്നാൽ മതി, അത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ഉപ്പുകറയുടെ സർജനായിരുന്നു ഇരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പോയൊന്നുമില്ല. കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ അപ്പോൾ അതേലും രാത്രി വെച്ചിട്ട് നമുക്ക് കെട്ടി വെച്ചിട്ട് കിടക്കാം. പിന്നെ ഈ സംഭവം നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിച്ച തണുത്ത വെള്ളത്തിനകത്തിട്ട് വെക്കണം. എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലതാണെന്ന്. അപ്പം ഒത്തിരി നല്ല ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല ഗുണങ്ങളും നമ്മുടെ ഏറ്റവും വലുത് മനുഷ്യൻ എന്നതാണ്. മനുഷ്യൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര പ്രമാണി ആയിക്കോട്ടെ, എത്ര കോടികൾ ഉണ്ടാക്കി വെച്ചോട്ടെ. ഇന്നാ ബസ്സിൽ ആ സാറും കണ്ടക്ടറും പിന്നെ ഡ്രൈവറും കൂടി ഇന്ന് പറയായിരുന്നു. ഏതോ ഒരു പ്രമാണി മരിച്ച കാര്യം പറഞ്ഞിട്ട് പറയായിരുന്നു, എന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ എന്തേലും കൊണ്ടുപോകാൻ പറ്റുമോ? മനുഷ്യനൊന്നും ഒരു വിലയില്ലെന്ന്. ഒരു സത്യമായ കാര്യമാണ്. അപ്പം നമുക്കൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല. ഉള്ള സമയത്ത് നമുക്ക് ശരീര നൊമ്പരവും മനസ്സ് നൊമ്പരവും ഒക്കെ പെടാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തിൽ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായത് ഞങ്ങൾ എന്നും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവരോട് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും